തെരഞ്ഞെടുപ്പിലേക്ക് പോവാണല്ലോ, എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പോവാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ്. സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ തുടങ്ങിയോ? എങ്ങനെയാണ്? ഇല്ല, സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങാനായിട്ടില്ല. സാധാരണ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നാൽ സ്ഥാനാർത്ഥി ചർച്ചകളെക്കുറിച്ച് തുടങ്ങും. ഇപ്പം തുടങ്ങേണ്ട സമയമായില്ല. ഇത്തവണ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ വിജയപ്രതീക്ഷ? ഞങ്ങൾക്ക് കേരളത്തിലെ മിക്ക സീറ്റുകളിലും വിജയപ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണ നമ്മൾക്ക് കേരളത്തിൽ ഒരു സീറ്റേ കിട്ടിയുള്ളൂ. ഇത്തവണ അത് പോരാ. കാരണം രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരി വർഗത്തിനെതിരായി ഭൂരിപക്ഷം ജനങ്ങളും ഇപ്പം പ്രതിഷേധത്തിലാണ്. ആ വോട്ട് സ്വരൂപിക്കണം. സ്വരൂപിച്ചാൽ മാത്രം പോരാ. പകരം വരുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ശക്തമായ ഗവൺമെൻറ് ആവണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വേണം. നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും, ഒന്നാം UPA ഗവൺമെൻറ്. ഇന്ന് ഞങ്ങളൊക്കെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നതാണ്. ആ ഗവൺമെൻറ് ശക്തി എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തിയാണ്. ഇടതുപക്ഷ പാർട്ടികൾ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഗവൺമെൻറ് ഉണ്ടായത്. ആ ഗവൺമെൻറ്റാണ് നമുക്ക് വലിയ ശക്തി ഉണ്ടായത്. ആ ഗവൺമെൻറ് കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത പ്രധാനപ്പെട്ട രണ്ട് അവകാശങ്ങളുണ്ട്. ഒന്ന് കോച്ച് ഫാക്ടറി. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഭരിച്ച കോൺഗ്രസ്സാണ്. പക്ഷേ കോച്ച് ഫാക്ടറി നടപ്പാക്കിയില്ല. വാഗൺ ഫാക്ടറി നടപ്പിലാക്കിയില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷ സീറ്റ് കിട്ടണമെന്ന കാര്യത്തിൽ ജനങ്ങളെ മനസ്സിനകത്ത് ധാരണയുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അത് നിങ്ങൾ ജനങ്ങളോട് പറയാൻ പോവാം. മറ്റൊരു കാര്യം, മതനിരപേക്ഷ ഇന്ത്യയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മനുഷ്യർക്കും മനുഷ്യരായി സാഹോദര്യത്തോടെ ജീവിക്കണം. ആ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ആ സമീപനത്തോട് ഉറച്ച നിലപാട്, പ്രതിഷേധ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിനാവുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, മതനിരപേക്ഷ വിശ്വാസികൾ, കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്ത് തുടർച്ചയായ കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ആ നവോത്ഥാന പ്രസ്ഥാനത്തിന് ശക്തി സംഭരിച്ചുകൊണ്ട് നമ്മളിവിടെ എല്ലാ മനുഷ്യരും, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഒരു കുടുംബമായി ജീവിക്കുന്ന നാടാണ്. ഈ നാട്ടിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ മതനിരപേക്ഷതയുടെ ശക്തമായ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് വേണ്ടി പോരാടാനുള്ള ബലം സത്യത്തിൽ പലപ്പോഴും ചാഞ്ചാടുന്ന കോൺഗ്രസ് കാണിക്കാറില്ല. ആ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു മുന്നണിക്ക് കേരളത്തിൽ കഴിഞ്ഞ തവണ പോലെ ഇത്തവണയും സീറ്റ് കൊടുത്താലോ അത് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കലും ഞങ്ങൾക്കറിയാം. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ കേരളത്തിൽ നല്ല വിജയം നേടിയെടുക്കാൻ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇനി ആരംഭിക്കാൻ പോവാം. ഇത് തീർച്ചയായും തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. ആ പ്രതീക്ഷ വെറും പ്രതീക്ഷയല്ല. ഞങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. അല്ല, നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളതല്ല. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഇലക്ഷൻ വന്നതിന് ശേഷമേ ഉള്ളൂ. അതിനുമുമ്പ് സ്ഥാനാർത്ഥികളുടെ കാര്യമൊന്നും സാധാരണ ചർച്ച ചെയ്യാറില്ല. ഇതുവരെ ചർച്ചയായിട്ട് എനിക്കറിയില്ല. അതെ, എൻ്റെ പേര് എല്ലാ കാലത്തും ഉണ്ടാകലുണ്ട്. 2009 ഞാൻ 3.5 വർഷം പൂർത്തിയാവാതെയാണ് പാർലമെൻറ്റിൽ നിന്ന് വന്നത്. വേണമെങ്കിൽ എനിക്ക് പാർട്ടി എന്നോട് ചോദിച്ചിരുന്നു, ഒന്ന് കണ്ടിന്യൂ ചെയ്തുകൂടെ, നിങ്ങൾ ഒരു 5 വർഷം പൂർത്തിയായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ എൻ്റെ പേര് എല്ലാ കാലത്തും വരുന്നതാണ്. ലിസ്റ്റിൽ ഒന്നാമനായിട്ടും പേര് വരും. കാരണം എൻ്റെ പേര് ഒന്നാമനായിട്ടല്ല കൊടുക്കേണ്ടത്. അത് വരാറും പതിവുണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കേണ്ട സഹോദരി. പാർട്ടി ഏൽപ്പിച്ച ചുമതലയില്ലേ ഞാനിവിടെ ജീവിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് 40 വർഷക്കാലമായി താമസിക്കുന്നത് പാർട്ടി ചുമതല ഏൽപ്പിച്ചുകൊണ്ടല്ലേ. പാർട്ടിയല്ലേ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. കണ്ണൂർ ജനിച്ച എന്നെ ഭൂരിപക്ഷം കാലവും തിരുവനന്തപുരത്ത് ജീവിക്കാൻ വേണ്ടി അയക്കുന്നത് പാർട്ടിയല്ലേ. അവിടെ ഞങ്ങളൊക്കെ പാർട്ടി തന്നെയാണ്. ഞങ്ങളുടെ ജീവിതം തന്നെ പാർട്ടിയാണ്. ഞങ്ങളുടെ ശരീരത്തിൽ ഇവിടെ അറുത്ത് മുറിച്ചാലും പാർട്ടിയെ കാണും. അതുകൊണ്ട് അതിനൊന്നും ഒരു മാറ്റമില്ല. അതങ്ങനെയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനിനി ഇല്ല എന്ന് 2009 ശേഷം 2013 ഒരിക്കൽ അതിന് പ്രത്യേക സന്ദർഭത്തിൽ
സഖാബ് ചന്ദ്രപ്പ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു തീരുമാനം അനുസരിച്ച് എനിക്ക് പോയി മത്സരിക്കേണ്ടി വന്നത്. ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ്. അത് പാർട്ടീനെ ഞാൻ ബോധ്യപ്പെടുത്തും. ഈ പറയുന്നൊന്നും തന്നെ തീരുമാനമല്ല. അതുകൊണ്ട് ആരും ദേവി എഴുതിയിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിക്കല്ല. ഇപ്പോൾ വഴിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ചായക്കടയിൽ ഇപ്പോൾ പോയി ഇരുന്നപ്പോഴും അവിടുന്ന് ചോദിക്കുന്ന സ്ഥാനാർത്ഥിയിലെന്നാ. പാവപ്പെട്ട എന്നെ ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എത്രയും പറയാനുള്ളൂ.